നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറണമെന്നും യുക്രൈനിലുള്ള റഷ്യൻ തടവുകാരെ വിട്ടയക്കാൻ തങ്ങൾ തയ്യാറാണെന്നും റഷ്യയും സമാന രീതിയിൽ തടവുകാരെ വിട്ടയക്കണം എന്നുമാണ് സെലൻസ്കിയും റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്ന് ഉൾപ്പെടെയുള്ള അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് നൽകാം എന്ന ഓഫറുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും എത്തുന്നു. ഇത് രണ്ടുമാകുമ്പോൾ യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. 3 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. സെലൻസ്കി മുൻപ് യുഎസിൽ വന്ന് മുൻ പ്രസിഡന്റ് ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ വലിയ തുകകൾ യുദ്ധസഹായത്തിനായി ആവശ്യപ്പെട്ടിരുന്നു. ബൈഡൻ അത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ സെലൻസ്കിയോ മുൻകൈയെടുത്തില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ട്രംപ് മുൻകൈയെടുത്ത് യുദ്ധം അവസാനിക്കാനുള്ള അവസാന ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതും യുദ്ധം നീട്ടിക്കൊണ്ടുപോയതുമെല്ലാം യുക്രൈനിലെ അമൂല്യ ധാതു സമ്പത്തിൽ കണ്ണുവെച്ചു തന്നെയാണ്. അമേരിക്കയ്ക്കും ഇതേ ഉദ്ദേശം തന്നെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യവുമില്ല. യുദ്ധത്തിനിടെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് നൽകാമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ട്രംപിന് നൽകിയിരിക്കുന്ന ഓഫർ. സെലൻസ്കി നടത്തുന്ന നീക്കുപോക്കുകളിലും ധാതുക്കളുടെ സ്രോതസ്സും പങ്കാളിത്തവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. യുക്രൈൻ ഇതുവരെ യുഎസ് എത്ര സഹായം നൽകി എന്നതിനെ ചൊല്ലി വലിയ തർക്കം തന്നെ അരങ്ങേറുന്നു. ട്രംപിന്റെ കണക്കിൽ ഇത് $350 ബില്യൺ ആണ്. ട്രംപിനെ വിമർശിക്കുന്നവർ $174 ബില്യൺ ഇതിനെ ചുരുക്കിയിട്ടുമുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതനായി എത്തിയ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അവതരിപ്പിച്ച ധാതുവിഭവ കരട് കരാറിലെ വ്യവസ്ഥകൾ വായിച്ചറിഞ്ഞപ്പോൾ തന്നെ യുക്രൈനെ തീരെഴുതി കൊടുത്താൽ പോലും സുരക്ഷ ഉറപ്പു നൽകാത്ത കരാറാണ് ഇതെന്ന് സെലൻസ്കിക്ക് മനസ്സിലായിരുന്നു. കരട് കരാർ വായിച്ച ഉടൻ തന്നെ അദ്ദേഹം കയർക്കുകയും തന്റെ രാജ്യം വിൽക്കില്ല എന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തത് വാർത്തയുമായിരുന്നു. യുക്രൈൻ പുതിയ ഖനനാനുമതികൾ നൽകിയതിനാൽ ഇതിന്റെ 50% സാമ്പത്തിക മൂല്യവും യുഎസിനായി മാറ്റിവെക്കണം എന്നതാണ് വ്യവസ്ഥ. യുദ്ധത്തിനിടെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് നൽകാമെന്ന് റഷ്യയെ കൊണ്ട് സമ്മതിപ്പിക്കാനും ട്രംപിന് കഴിഞ്ഞു. യുക്രൈനെ നാറ്റോയിൽ ചേർക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ട്രംപ് റഷ്യയുടെ നിലപാടിനോട് ഒരു പരിധിവരെ അനുകമ്പ കാണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിർദ്ദേശിക്കുന്നത് വെടിനിർത്തലും നിലവിലെ അതിർത്തികൾ അംഗീകരിക്കലുമാണ്. ഇത് റഷ്യയുടെ കൈവശമുള്ള 20% യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് നൽകുന്നതിന് തുല്യം തന്നെയാണ്. ലോകത്തെ അപൂർവ ധാതുസമ്പത്തിന്റെ 5% യുക്രൈനിന്റെ കൈവശമായിരുന്നു. എന്നാൽ 3 വർഷമായി തുടരുന്ന യുദ്ധത്തോടെ ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങളുടെ നല്ലൊരു പങ്കും റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു. യുക്രൈനിന്റെ പക്കൽ $50,000 കോടി മൂല്യമുള്ള ധാതു നിക്ഷേപമുണ്ട് എന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കയ്ക്ക് അവ ഖനനം ചെയ്യാൻ അവകാശം വേണമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്ന് സുരക്ഷ ഉറപ്പു തന്നാൽ ധാതു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ എന്ത് കരാറിനും സന്നദ്ധമാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അഭിപ്രായപ്പെടുന്നത്. സെലൻസ്കിയുടെ ഗതികേട് മുതലെടുത്ത് കോടികൾ ഉണ്ടാക്കാൻ തന്നെയാണ് ട്രംപിന്റെ നീക്കം. ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിന് എന്തിനും അടിസ്ഥാനം പണം മാത്രമാണ്. അമേരിക്കയിലേക്ക് പണം എത്തിക്കാൻ എന്ത് ചെയ്യാനും ട്രംപ് ഒരുക്കവുമാണ്. ഇതിനുദാഹരണമാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിത താരിഫ് ചുമത്തുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ഇറക്കുമതി താരിഫ് കുത്തനെ കൂട്ടുമെന്ന ട്രംപിന്റെ ഭീഷണി ഉണ്ടായത്. ഈ ഭീഷണിയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ താരിഫ് കുറയ്ക്കുകയും ചെയ്തു. $5 മില്യൺ അമേരിക്കൻ അതായത് 43.5 കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചാൽ ലഭിക്കുന്ന ഗോൾഡ് കാർഡ് പദ്ധതിയുടെയും ലക്ഷ്യം പണം തന്നെയാണ്. അമേരിക്കൻ പൗരത്വത്തിന്റെ മാനദണ്ഡം പോലും അളക്കുന്നത് പണമാണ് എന്നർത്ഥം. ഏതായാലും ലോക പോലീസ് ചമഞ്ഞ് കയ്യിലുള്ള കാശു കളയാനല്ല, മറിച്ച് അമേരിക്കയുടെ പോക്കറ്റ് ഇത്തിരി വലുതാക്കാൻ തന്നെയാണ് ട്രംപ് ഒരുങ്ങുന്നത്. ട്രംപിന്റെ വ്യാപാര തന്ത്രം യുദ്ധം അവസാനിപ്പിക്കുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വീണ്ടും വഴിവെക്കുമോ എന്നത് കാത്തിരുന്നു കാണണം. മലയാളി വാർത്ത ഇൻസൈഡ്.